നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതൊരവസരമാ, ഏട്ടനെ കുറിച്ച് തിരക്കി അറിയാൻ കിട്ടിയ അവസരം. ഏട്ടൻ വളർന്ന് ഓർഫനേജിലേക്ക് തന്നെ പോവാം. തെക്കൊരു അനാഥാലയത്തിലാ വളർന്നതെന്ന് എനിക്കറിയാം. അത് സ്വാഭാവികമാണ്. സാധാരണ വാടക വീടിന് എഗ്രിമെന്റ് വെക്കുന്നത് 11 മാസം വെച്ച, എന്നിട്ട് ഓരോ എഗ്രിമെന്റിനും വാടക കൂട്ടി വാങ്ങിക്കാറുമുണ്ട്. ഇതിപ്പോ കൊല്ലങ്ങളായിട്ട് നിങ്ങൾ ആ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കല്ലേ, ആദ്യമായിട്ടല്ലേ വാടക കൂട്ടി ചോദിക്കുന്നേ? അന്നും ഇന്നും മറ്റുള്ളവർക്കൊരു ബാധ്യതയാകാനേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ഈ അവസ്ഥയിൽ പോലും എന്റെ വീട്ടുകാരെ ഒന്ന് സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ. അത് ഓർക്കുമ്പോ പഴയ ജോലിക്കൊന്നും ഇനി പോവാൻ പറ്റില്ല. പുതിയ എന്തെങ്കിലും ജോലി കണ്ടെത്തണം. അത് വേണ്ട, അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തെ? ഇനി അതിനും ആരുടെയെങ്കിലും അനുവാദത്തിന് കാത്തു നിൽക്കണോ ഞാൻ? അതോ മുൻ MLA മരുമകള് ജോലിക്ക് പോകുന്നത് ആക്ഷേപമായതുകൊണ്ടാണോ? വന്ദന ജോലിക്ക് പോകുന്നത് മുൻ MLA കുറുപ്പിന് ആക്ഷേപമായതുകൊണ്ടല്ല. പിന്നെ കുറുപ്പിന്റെ മകൻ ജഗൻ ആക്ഷേപമായതുകൊണ്ടാണ്. ഭാര്യ ജോലിക്ക് പോകുന്നത് ആക്ഷേപമാണെന്ന് കരുതുന്ന ഒരു ഭർത്താവല്ല ഞാൻ. സ്വന്തമായിട്ട് അധ്വാനിച്ച് പണം ഉണ്ടാക്കി ഭാര്യയെ പോറ്റണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണെന്ന് കൂട്ടിയാൽ മതി. ഇത്രയും നാള് കഴിഞ്ഞു പോയതുപോലെ അല്ല. അച്ഛന്റെ പണത്തിൽ കഴിയുന്നത് എനിക്കിപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. അതിലൊരു മാറ്റം ഉണ്ടാവണം. ഇന്നു മുതൽ ഒരു ജോലി തേടി ഇറങ്ങുക ഞാൻ. ഞാനും കൂടി ഒരു ജോലി. ആദ്യം ഞാൻ പണിയെടുത്ത് കൊണ്ടുവന്ന് കുടുംബത്തൊരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവട്ടെ. അതിനുശേഷം വന്ദന ജോലിക്ക് വയ്ക്കോളൂ. വന്ദനയ്ക്ക് ജോലിക്ക് പോകുന്നതാണ് ഇഷ്ടമെങ്കിൽ ഞാനത് തടസ്സപ്പെടുത്തൂല. സ്വന്തമായിട്ട് വരുമാനം ഇല്ലാത്തതുകൊണ്ടാ അച്ഛന്റെ കുത്തുവാക്കുകൾ കേട്ടിട്ടും തിരിച്ചൊന്നും പറയാൻ കഴിയാതെ പലപ്പോഴും മൗനമായിട്ട് ഇരിക്കേണ്ടി വരുന്നത്. ഇനി അത് വയ്യ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.